ഹായ്, എല്ലാവർക്കും ടി ജെ ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എവിടെ നിൽക്കണം? അപ്പോൾ പുള്ളുപാടം. അപ്പോൾ എൻ്റെ കൂടെ ഇന്ന് അപ്പുണ്ട്. അപ്പോൾ ഞങ്ങളിന്ന് പുള്ളു പാടത്താണുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു സ്ഥലത്തേക്കാണ് കേട്ടോ പോണേ. പോകുന്ന വഴിയിൽ ജസ്റ്റ് ഇൻട്രോ എടുക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ എന്തായാലും എവിടേക്കാണ് പോണേന്നുള്ളത് സർപ്രൈസാണ് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ട് പോവാം. ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ സംഭവം. കണ്ടല്ലേ, കിഡിലൻ സ്ഥലമാണ് കേട്ടോ. നമ്മൾ ഇവിടേക്കാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇന്ന് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോണത്. ഇത് നേരെ പുള്ളുപാടം വഴി നമ്മുടെ ആവണങ്കാട് അതുപോലെ തൃപ്രയാർക്ക് പോണ വഴിയാണിത്. അപ്പോൾ ആ വരുന്ന വഴിയിൽ റൈറ്റ് സൈഡിലാണ് കേട്ടോ ഇത് വരുന്നത്. IT ഫുഡ് ഹബ്ബ് എന്നാണ് പേര്, അതിൻ്റെ പേര്. അപ്പം നമ്മൾ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളാണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോണത്. ഹായ്, അപ്പോൾ നമ്മളിപ്പോൾ വൈകിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. പകലെടുത്തു, പകലത്തെ ഇവിടുത്തെ മൊത്തത്തിൽ കാര്യങ്ങൾ നമ്മൾ കണ്ടതല്ലേ. ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും ബ്യൂട്ടി എന്ന് പറയുന്നത് നൈറ്റ് വന്നിട്ടാണ് കേട്ടോ. നൈറ്റ് ഫുള്ള് ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളി വൈബാണ് കേട്ടോ നൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്നത് നൈറ്റാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതെ, നമ്മൾ പകൽ വന്നപ്പോൾ എന്തായിരുന്നു ഫീല്? രക്ഷയില്ലല്ലേ, അടിപൊളിയുണ്ട് അല്ലേ. അപ്പോൾ പകലത്തേക്കാളും ഒന്നുകൂടെ ബെറ്റർ തോന്നണേ നൈറ്റാണ് തോന്നണേ അല്ലേ. അവിടെ ആൾക്കാരുണ്ട് ഉള്ളിൽ. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് പോയിട്ട് വീഡിയോ എടുത്തിട്ട് വരാം. അപ്പം നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. ഇനി നമുക്ക് കിച്ചണിലേക്ക് പോയി, നല്ല തിരക്കുണ്ട് കേട്ടോ. കിച്ചണിൽ പോയിട്ട് കിച്ചണിലെ വിശേഷങ്ങൾ കാണാം. ഇവിടെ 2-3 ഫാമിലിയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഫാമിലിയോട് നമുക്ക് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് ഫുഡ്, എങ്ങനെ എന്താണെന്നുള്ളത് ചോദിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം. ചേട്ടാ, അപ്പോൾ ഫുഡ് എന്തൊക്കെയാണ് കഴിച്ചത്? ഞങ്ങൾ ഇവിടുന്ന് മെയിനായിട്ട് കരിമീൻ പൊള്ളിച്ചത്, പിന്നെ നമ്മളുടെ പാൽക്കപ്പ, കൂടാതെ 65 കൂന്തൽ ഫ്രൈ. എന്താ അഭിപ്രായം? ഫുഡ് പൊതുവെ വളരെ നല്ല ഫുഡായിട്ട് തോന്നി. പാൽക്കപ്പൊക്കെ ഒരു സ്പെഷ്യലായിട്ട് തോന്നി. കാരണം നമ്മൾ പലയിടത്തും കിട്ടാത്തൊരു സാധനം കൂടിയാണ് പാൽക്കപ്പ. നല്ല ടേസ്റ്റും അതിൻ്റെ ഒരു നല്ല കുഴപ്പമില്ലാണ്ട് ടേസ്റ്റ് ഉണ്ട്. പൊതുവിലെ ഫുഡ് എല്ലാം നല്ലതിനാണ്. എല്ലാവരും കഴിച്ചു കഴിഞ്ഞു തോന്നുന്നു അല്ലേ? അപ്പോൾ എനിക്ക് തോന്നിയത് മറ്റേതൊക്കെ നമ്മൾ സാധാരണ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡാണെങ്കിൽ ഇവിടുത്തെ ഒരു ഐറ്റം, പ്രധാനപ്പെട്ട ഐറ്റം എന്ന് പറഞ്ഞാൽ പാൽക്കപ്പയാണ്. നല്ല റെസിപ്പിയാണ്. അപ്പോൾ താങ്ക് യു ചേട്ടാ. അവരുടെ അഭിപ്രായം ചോദിച്ചവർ നല്ല അടിപൊളി അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഒരു ഫാമിലി ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവരോടും കൂടി നമുക്കൊന്ന് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് ഫുഡ്, എന്താണ് കഴിച്ചതെന്നൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. ചേട്ടാ, എന്തായി ഫുഡ് കഴിച്ചു കഴിഞ്ഞോ? കഴിച്ചു. അറ്റ്മോസ്ഫിയറിക്ക് നല്ല ഇതാണ്, കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യാനുണ്ട്. അതെ, ഓക്കെ. നല്ലൊരു
സാധനമായിട്ട് വരും തോന്നുന്നു. എന്താ അഭിപ്രായം? ഫുഡ് എന്താ കഴിച്ചത്? നല്ല ഫുഡാണ്. അൽഫാം കഴിച്ചു, അൽഫാം കഴിച്ചു, പിന്നെ നൂഡിൽസ്, നൂഡിൽസ് കഴിച്ച, പിന്നെ ഒരു ബീഫിന്റെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു, നല്ല കുഴപ്പമില്ല, ഫുഡ് നല്ല അടിപൊളി, ജ്യൂസും നല്ലായിരുന്നു. ഓക്കെ ഓക്കെ, മൊത്തത്തില് ഹാപ്പിയാണ്. ഓക്കെ, താങ്ക് യു. ശരി. അപ്പം നമ്മളിന്ന് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് എനിക്ക് വെറൈറ്റി ആയിട്ട് സംഭവം തോന്നിയത് പാൽക്കപ്പയും ചിക്കൻ കറിയാണ് കേട്ടോ. ഞാനതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അപ്പൂസ് പറഞ്ഞിട്ടുള്ളത് പൊറോട്ടയും ബീഫ് കറിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ പാൽക്കപ്പയും അതുപോലെ തന്നെ ചിക്കൻ കറി എങ്ങനെയുണ്ട് നോക്കിട്ടോ, ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറയാം എങ്ങനെയുണ്ടെന്നുള്ളത്. പാൽക്കപ്പയും എടുത്തിട്ടുണ്ട്. ചിക്കൻ നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണ് കേട്ടോ. രണ്ടും കൂടിയിട്ട് കഴിക്കാനുള്ളൊരു നോക്കിയേ എന്താ രസം എന്നറിയാം. കഴിക്കാനുള്ളൊരു ഫീൽ, ഒരു പ്രത്യേക ഫീൽ കേട്ടാ. അപ്പോൾ അപ്പുവിന് ഇഷ്ടം പൊറോട്ടയും ബീഫ് കറിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതേ പൊറോട്ടയും ബീഫ് കറിയും വെച്ചിട്ടുണ്ട്. കഴിച്ചിട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞേ, എങ്ങനെയുണ്ട് അഭിപ്രായം പറഞ്ഞേ? എങ്ങനെയുണ്ട്? അടിപൊളിയുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുണ്ട്, വെന്ത് നന്നായി സെറ്റായിട്ടുണ്ട്. പൊറോട്ട അതാ നല്ല ടേസ്റ്റ് ഉണ്ട്, ടേസ്റ്റ് ഉണ്ട്. നല്ല സ്മൂത്ത് ആയിട്ടുള്ള പൊറോട്ടയാണ്. നല്ല ബീഫൊക്കെ അടിപൊളിയാണ് അല്ലേ? ബീഫ് നല്ല പൊട്ടി പൊട്ടി നന്നായി വരുന്നുണ്ട്, നന്നായി വെന്തിട്ട് അടിപൊളിയായിട്ട് അല്ലേ? വെറൈറ്റി ഉണ്ടല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കിനി കഴിക്കാം. പ്രത്യേകതയോടെ ഉണ്ട് കേട്ടോ ഇവിടെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 31-ാം തീയതി അത് ഇവിടെ ഒരു അടിപൊളി പരിപാടി വയ്ക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ 31-ാം തീയതിയിലത്തെ പ്രോഗ്രാമിൻ്റെ, അതായത് 8 to 10:30 വരെയാണ് ലൈവ് മ്യൂസിക് പരിപാടിയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഇവിടെ അതേ അടിയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൾ ചെയ്താൽ ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും വന്നൊന്ന് വിസിറ്റ് ചെയ്യുക. 599 രൂപയാണ് ഒരാൾക്ക് പറയുന്നത്. അടിപൊളി ഫുഡും കാര്യങ്ങളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് വന്നിട്ട് കാണുക, എങ്ങനെയുണ്ട്, എന്താണ് ഇവിടുത്തെ ഫുഡൊന്ന് കഴിച്ച് നോക്കുക, അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളത് പറയണം കേട്ടോ.